ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. സാധാരണ നമ്മൾ പിറ്റേന്ന് രാവിലത്തേക്കുള്ള ഭക്ഷണം എന്താക്കും എന്നുള്ളതൊക്കെ തലേ ദിവസം ഉച്ചയ്ക്ക് തന്നെ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട്. എന്നാൽ ഒട്ടും പ്ലാനിങ് ഇല്ലാത്ത ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറില്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചൂടുവെള്ളം മാത്രം മതി. ഗ്യാസ് കത്തിക്കേണ്ട ഒന്നും ഒരു ആവശ്യമില്ല. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇൻസ്റ്റൻറ്റ് ഉപ്മാ റെസിപ്പിയാണ്. അതായത് നമ്മൾ ഇതുപോലെ ഒരു തവണ ഉപ്മാ പ്രീമിക്സ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉപ്മാ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതായത് ഗ്യാസ് കത്തിക്കോ വറക്കാനോ പിന്നെ അല്ലെങ്കിൽ പച്ചക്കറി കട്ട് ചെയ്യാനോ ഒന്നിൻ്റെ ആവശ്യമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു പൊടിയിലോട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 4 മിനിറ്റോളം വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോഴേക്കും നമ്മുടെ ഉപ്മാ റെഡിയാക്കി കിട്ടും. അപ്പോൾ നമുക്ക് പ്രീമിക്സ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതാ സവാള എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തേക്കുന്നതാണ്. അതായത് നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ. എത്രത്തോളം നമുക്ക് നേരിയതാക്കി കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നേരിയതാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ക്യാരറ്റാണ്. ഞാനിവിടെ ഒരു ചെറിയൊരു കഷ്ണം ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതും ഈ ഒരു സവാളയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കനം കുറച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. ചെറുതാക്കിയിട്ട് കനം കുറച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് കറിവേപ്പിലയാണ്. ഞാനിവിടെ കറിവേപ്പില കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ പീനട്ടാണ്, അതായത് കപ്പലണ്ടി. അത് ഞാൻ വറുത്തതാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വറക്കാത്തതാണുള്ളതെങ്കിൽ ജസ്റ്റ് ഒന്ന് പാനിലിട്ട് വറുത്തതിന് ശേഷം അതിനെ തൊലി കളഞ്ഞെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു റെസിപ്പിക്ക് പീനട്ട് തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ നട്ട്സ് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതുമാണ്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഉഴുന്നുപരിപ്പാണ്. ഞാനിവിടെ 1 ടീസ്പൂണോളം ഉഴുന്നുപരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ ഉപ്മാ ഉണ്ടാക്കിയെടുക്കുന്ന ടൈമിൽ കടിക്കാനായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്, ഈ ഒരു നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിത് ചട്ടിയിലോട്ട് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂണോളം നെയ്യ് വേണ്ടി വരും. പിന്നെ ഈ ഒരു നെയ്യിൽ വറുത്തെടുക്കുന്ന ടൈമിൽ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഉപ്മാവിന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു നെയ്യിൽ തന്നെ വറുത്തെടുക്കാൻ കാരണം. ഇപ്പം ഞാനിതൊരു 4 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പം നമ്മുടെ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ ഒരു ടൈം ഞാൻ അതിലോട്ട് ഉഴുന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് കോരി മാറ്റാം. ഇപ്പം ഇത് നമ്മുടെ ഉഴുന്നിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു ടൈം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ആ ഒരു നെയ്യിലോട്ട് തന്നെ ഞാൻ കപ്പലണ്ടി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി വറുത്തെടുത്തതായതുകൊണ്ട് അധികം ഇട്ട് മൂപ്പിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയാൽ മാത്രം മതി. ഇപ്പോൾ ഇതാ കപ്പലണ്ടിയുടെയൊക്കെ കളറൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം നമുക്ക് കോരി മാറ്റാം. പിന്നെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഇച്ചിരി സമയം എടുത്തിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട്. അതിൻ്റെ ആ ഒരു ഈർപ്പൊക്കെ നഷ്ടപ്പെട്ടിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മിക്സ് പെട്ടെന്ന് കേടായി പോവും. അപ്പോൾ ഇത് വറുത്തെടുക്കുന്ന ടൈമിൽ തീ കൂട്ടിയിട്ടിട്ട് പെട്ടെന്ന് മുരിച്ചെടുക്കാതെ അതിൻ്റെ ഈർപ്പൊക്കെ നഷ്ടപ്പെടുന്ന രീതിയിൽ സാവധാനം കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു രീതിയിൽ വേണം വറുത്തെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് നെയ്യിൽ നിന്നും കോരി മാറ്റാം. ഇനി അതേ നെയ്യിലോട്ട് തന്നെ ഞാൻ സവാള കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്നും ഇതുപോലെ ഈർപ്പൊക്കെ നഷ്ടപ്പെടുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മൊരിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നമ്മുടെ സവാള നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഞാൻ ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതും നന്നായിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ ഇത് നമ്മുടെ പച്ചമുളകൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
ഇനി അവസാനമായിട്ട് ഞാൻ ഇതിലോട്ട് കശുവണ്ടി പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്, ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ഇത് നമുക്ക് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ കശുവണ്ടി പരിപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്യിൽ നിന്ന് കോരി മാറ്റാം. പിന്നെ ഇത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള റവയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വറുത്ത റവയാണുള്ളത്. നിങ്ങളുടെ കയ്യിൽ വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, 2 കപ്പ് എടുത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കണം. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഓൾറെഡി വറുത്ത റവയാണല്ലോ എന്ന് കരുതി വറുക്കാതിരിക്കരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്തെടുക്കണം കേട്ടോ. നമ്മളിത് നന്നായിട്ട് വറുത്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുന്ന ടൈമിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുമല്ലോ, ആ ഒരു ടൈമിൽ നന്നായിട്ട് കുഴഞ്ഞു പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു റവ വറുത്തതാണെങ്കിൽ പോലും നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാനിത് ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു ബാലൻസ് വന്ന നെയ്യിൽ ഈ ഒരു റവ വറുത്തെടുക്കാൻ പാടില്ല. ഇതിന് വേറെ തന്നെ നെയ്യ് യൂസ് ചെയ്യണം. ഇപ്പം ഞാൻ ഇതൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു നെയ്യ് നിന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലോട്ടേക്ക് റവ ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ വറുത്ത റവ ആയതുകൊണ്ട് തന്നെ അധികം ഒട്ട് വറുക്കുന്നില്ല, ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. പിന്നെ ഈ ഒരു റവ നെയ്യിൽ തന്നെ വറുത്തെടുക്കണം നിർബന്ധമൊന്നുമില്ല. സാധാരണ നമ്മൾ റവയൊക്കെ വറുത്തെടുക്കാറുണ്ടല്ലോ, ഒന്നും എണ്ണയൊന്നും ചേർക്കാതെ, അതുപോലെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു നെയ്യിൽ വറുത്തെടുക്കുന്ന ടൈമിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ നെയ്യിൽ വറുത്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ റവയൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു റവയുടെ എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ ഉപ്പ്. ആ ഒരു രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ ഇതിലോട്ടേക്ക് ഒരു 1/4 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇത് റവ തണുക്കാനായിട്ട് മാറ്റി വെച്ചതാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ്. നമ്മൾ പുറത്ത് വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 1-1.5 മാസമൊക്കെ കേടുകൂടാതിരിക്കും. പിന്നെ ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ ഒരു 3-4-5 മാസമൊക്കെ കേടുകൂടാതിരിക്കും കേട്ടോ. ഇനി ഇത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ആ ബൗളിലോട്ട് നമ്മുടെ പ്രീമിക്സ് ഒരു 5 ടേബിൾ സ്പൂണോളം എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇത് 5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ടേക്ക് ഒരു 3/4 ഗ്ലാസോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനി സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു അടപ്പ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ചു കൊടുക്കണം. ഇനി ഇതൊരു 3-4 മിനിറ്റിന് ശേഷം മാത്രമേ ഓപ്പൺ ചെയ്യാവുള്ളൂ. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, പെട്ടെന്ന് നമുക്ക് ഉപ്മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഒരു തവണ ഈ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് ടെൻഷനേ ഉണ്ടാവില്ല. പിന്നെ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു മിക്സ് കൈ കരുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അത് മാത്രമല്ല, നമ്മൾ ചൂടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.